എത്ര വലിയ കറുപ്പിനെയും ഇല്ലാതാക്കാൻ വെറും ഈ പറയുന്ന ഒരു ഇല കൊണ്ട് സാധിക്കും. എന്താണെന്ന് സംഭവം പറയാം. നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. ഞാൻ പറയാം സംഭവം എന്താന്ന്. നിങ്ങളുടെ മുഖത്തെ അലട്ടുന്ന പിമ്പിൾസിന്റെ പാട്, ആക്നി, പിഗ്മെന്റേഷൻ, ടാനി എന്നിവയൊക്കെ തുടച്ചു മാറ്റി സ്കിന്നിന് നല്ല ഗ്ലോ നൽകാൻ സാധിക്കും. ഈ ഇല മാത്രമല്ല വേണ്ട, കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇപ്പൊ സെലൂണിലൊക്കെ പോയി പല ട്രീറ്റ്മെന്റുകളും ചെയ്യാറുണ്ട് സ്കിന്നിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളെയും സ്കിന്നിൽ നിന്ന് മാറ്റി സ്കിന്നിന് നല്ല പോലെ യൗവനത്തോടുകൂടി തിളക്കത്തോടുകൂടി നിർത്താൻ സാധിക്കും. എന്താണ് സംഭവം എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും ഒരു വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. പല പ്രശ്നങ്ങളും നമ്മൾ അത് മാറ്റാൻ വേണ്ടി കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ സ്കിന്നിൽ നിന്ന് അത് മാറ്റാനായിട്ട് നോക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടച്ച് മാറ്റുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് കാണാം. കാരണം 5 മിനിറ്റ് ഈ ഒരു സംഭവം നിങ്ങളുടെ ഫേസിൽ ഇട്ടാൽ മതി. 5 മിനിറ്റ് കൊണ്ട് അതും നല്ല ക്ലീൻ സ്കിൻ കിട്ടും. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ സ്കിന്നിന്റെ മാറ്റം കണ്ട് ഞാൻ ഷോക്കായി. അയാൾക്ക് നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. നിങ്ങൾക്കും കിട്ടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്. എന്തായാലും സമയം കളയേണ്ട, നമുക്ക് അതിലേക്ക് പോകാം. അത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാറ്റവും അതിനെന്തെല്ലാം വേണം എന്നുള്ളതും കാണാം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പപ്പായയുടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരയ്ക്കണം. അപ്പോൾ അതിൻ്റെ നീര് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമുള്ളതാണ് നമ്മുടെ പപ്പായയുടെ നീരിനകത്ത്. അതുകൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന പാടുകളെയും മുഖത്തെ ടാന്, പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ് ചേർക്കുന്നത്. റൈസ് പൗഡർ ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു പാക്ക് കൈകളിലേക്കാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസ് സ്കിന്നിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെക്കണം. 10 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി നോക്ക്. മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഞാൻ ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ടോ, നല്ല പോലെ സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ നിങ്ങൾക്കും നല്ല രീതിയിൽ ചർമ്മത്തിന് മാറ്റം നേടാൻ സാധിക്കും. കഴുകിയിട്ടുള്ള മാറ്റവും നിങ്ങൾ കണ്ടോ. എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ. മാറ്റമൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ പപ്പിത, അതായത് പപ്പായ, ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്കാന്ന് പറയും. അതിൻ്റെ ആ ഒരു തൊലി, അതിൽ പല കണ്ടന്റുകളും ഉണ്ട്. നമുക്ക് പല ഹെൽത്ത് ബെനിഫിറ്റ് നൽകുന്നതാണ് നമ്മുടെ പപ്പിത, അതായത് പപ്പായയുടെ ആ ഒരു ലീഫിൽ നിന്ന്. ആ ഒരു ലീഫ് വെച്ചിട്ടുള്ള പാക്കാണ് നമ്മൾ തയ്യാറാക്കിയത്. അത് ഉപയോഗിച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ. അത്രയ്ക്ക് ബെനിഫിറ്റ് നൽകുന്ന ഒരു സംഭവമാണ്. ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.